എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് തോരാതെ പെയ്യുന്ന മഴയും ഒപ്പം വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന രാമായണ ഈണങ്ങളുമാണ്. ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും രാമായണ മാസമാണ് നമ്മൾ കർക്കിടകത്തെ ആചരിക്കുന്നത്. ശ്രീ ഭഗവതിയെ വരവേൽക്കാനും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാനും ഈ മാസത്തിലെ ആചാരങ്ങൾ സഹായിക്കും. എന്നാൽ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപുള്ള കർക്കിടക സംക്രാന്തി ദിവസത്തിൽ തുടർന്നു വരുന്ന രാമായണ മാസത്തിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും എന്നാൽ നിർബന്ധമായും പാലിക്കേണ്ടതുമായിട്ടുള്ള ചില പ്രധാന ചിട്ടവട്ടങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമാക്കാം കേട്ടോ. അതുപോലെ തന്നെ സംക്രാന്തിയെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. നമ്മൾ കർക്കിടകം 1-ന് മുന്നേ സംക്രാന്തി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒന്ന് പോയി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം, കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് സംക്രാന്തി. മിഥുനമാസത്തിൽ നിന്നും സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്ന ഈ സംക്രമവേളയിൽ നമ്മുടെ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അന്നേ ദിവസം നമ്മൾ ഒരു കാരണവശാലും വീട് അടച്ചിടരുത്. സംക്രാന്തി ദിവസവും കർക്കിടകം 1-ാം തീയതിയും സന്ധ്യാസമയത്ത് വീട് ഇരുണ്ടടഞ്ഞ് കിടക്കാനോ പൂർണ്ണമായി അടച്ചിടാനോ പാടില്ല. ഈ സമയത്താണ് മഹാലക്ഷ്മി വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കലഹങ്ങളും വഴക്കുകളും ഒഴിവാക്കുക. ഒരു രീതിയിലും ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും വീട്ടിൽ പാടില്ല. സംക്രാന്തി ദിവസങ്ങളിൽ വീടുകളിൽ യാതൊരു വിധത്തിലുള്ള വഴക്കുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സ് ശാന്തമായിരിക്കണം. ചീത്ത വാക്കുകൾ പറയുന്നതും ശാപവാക്കുകൾ പറയുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ അന്നേ ദിവസം നമ്മൾ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും കിടന്ന് ഉറങ്ങാൻ പാടില്ല. കിടന്ന് ഉറങ്ങുന്നത് ദോഷമായി കരുതപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഉണർന്നിരുന്ന് നാമം ജപിക്കുകയോ ദൈവചിന്തയിലിരിക്കുകയോ ചെയ്യണം. അഴുക്കുകൾ വീട്ടിൽ നിന്ന് സൂക്ഷിക്കരുത്. സംക്രാന്തി ദിവസത്തിന് മുൻപ് തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അഴുക്കുകളും ഉപയോഗശൂന്യമല്ലാത്ത കുറേ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ചപ്പുചവറുകൾ കൂട്ടിക്കിടക്കാനോ ഒന്നും പാടില്ല. ലക്ഷ്മി അതായത് ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുന്ന സമയമായതിനാൽ വീട് പൂർണ്ണമായും വൃത്തിയായിരിക്കണം. കടം കൊടുക്കലും വാങ്ങലും പാടില്ല. സംക്രാന്തി ദിവസം പണമോ അല്ലെങ്കിൽ മറ്റുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളോ ആർക്കും കടം കൊടുക്കാനോ വാങ്ങാനോ അന്നേ ദിവസം പാടില്ല. ഇത് കുടുംബത്തിൽ ധനസമൃദ്ധിയെ ബാധിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ രാമായണം പാരായണം ചെയ്യുമ്പോൾ ചില ചിട്ടകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് കർക്കിടക മാസം 1-ാം തീയതി മുതൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ശുദ്ധിയോടുള്ള തുടക്കമാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതായത് കുളിച്ച് ശരീരശുദ്ധിയും മനസ്സിൽ ഏകാഗ്രതയും വരുത്തി വേണം നമ്മൾ രാമായണം വായിക്കാൻ. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് കൈയും കാലൊക്കെ മുഖമൊക്കെ കഴുകി നമുക്ക് പാരായണം ചെയ്യാം. യാതൊരുവിധ പ്രശ്നമില്ല. വേറെ നിലത്തിരുന്ന് വായിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ വില നിർത്തിയിരുന്ന് രാമായണം വായിക്കരുത്. പലകയോ പായോ അല്ലെങ്കിൽ നല്ലൊരു തുണിയോ ഒക്കെ മടക്കി അതിന് മുകളിലിരുന്നിട്ട് നമുക്ക് വായിക്കാൻ കുഴപ്പമില്ല. നമ്മളിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഭൂമിയിലേക്ക് നഷ്ടപ്പെടാതിരിക്കാനാണിത്. വടക്കോട്ട് തിരിഞ്ഞിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരിക്കാമെങ്കിലും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വായന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഗുരുവിനെയും ഗണപതിയെയും സരസ്വതി ദേവിയെയും വന്ദിച്ച് ഭഗവാന് ഒരു തുളസിയില സമർപ്പിച്ചിട്ട് വേണം നമ്മൾ വായിക്കാൻ. വായിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയമാണ്. അതായത് ദുർഗായാമം പാരായണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണത്. പ്രഭാതത്തിൽ 10 മണിക്ക് മുൻപും വായിക്കാം നമുക്ക്. എന്നാൽ പകൽ 11:30-നും 12:30-നും ഇടയിലുള്ള സമയം ജ്യേഷ്ഠ ഭഗവതിയുടെ യാമമായതിനാൽ ഈ സമയത്ത് രാമായണം വായിക്കരുത്. ഗ്രന്ഥത്തിൻ്റെ വലതുഭാഗത്ത് ലക്ഷ്മി ദേവിയും ഇടതുഭാഗത്ത് ജ്യേഷ്ഠ ഭഗവതിയുമാണ്. അതിനാൽ വലതുഭാഗത്തെ താളിൽ തന്നെ വായന നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിന് സന്തോഷം തരുന്ന നല്ല സന്ദർഭങ്ങളിലോ തത്വോപദേശങ്ങളിലോ വെച്ച് നമ്മൾ നിർത്തണം. യുദ്ധമോ സങ്കടകരമായ സന്ദർഭങ്ങളിലോ ഒരിക്കലും വെച്ച് നമ്മൾ നിർത്തരുത് വായന. ദിവസേനയുള്ള ചിട്ട അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ കർക്കിടകം 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. ഇതിനായിട്ട് ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും വായിക്കണം. കർക്കിടകം 15ഓടെ ബാലകണ്ഠം വരെയും 25ഓടെ കുംഭവർണ്ണ വധം വരെയും 28ഓടെ രാവണവധം വരെയും എത്തിയാൽ 30-ാം തീയതി ശ്രീരാമ പട്ടാഭിഷേകത്തോടെ നമുക്ക് വായന പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ഒരാൾ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഫോൺ നോക്കിയോ അല്ലെങ്കിൽ തമാശ പറഞ്ഞോ TV കാണുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഉറങ്ങാനൊന്നും പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വായിച്ചില്ലെങ്കിലും ആ വായിക്കുന്നവർ കേട്ടിരിക്കണം.
വായിക്കുന്ന അത്ര തന്നെ പുണ്യം കേട്ടിരിക്കുന്നവർക്കും ലഭിക്കും കേട്ടോ. ദിവസം വായന കഴിഞ്ഞ് പട്ടാഭിഷേക ചിത്രം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബിലോ അങ്ങനെ എന്തെങ്കിലും CD അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇത് നമ്മൾ കേൾക്കുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് വായിക്കാൻ ഒരു രീതിയിലും സാധിച്ചില്ലെങ്കിൽ കേൾക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ഐശ്വര്യം തരും തന്നെ പറയാം. കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ധനസമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ നമ്മൾ സംക്രാന്തി ദിവസത്തെയും കർക്കിടക ദിവസത്തെയും ചില ആചാരങ്ങൾ നമ്മൾ സഹായിക്കും കേട്ടോ. ഈ ചിട്ടകളെല്ലാം പാലിച്ച് വരും ദിവസങ്ങളിൽ ഭക്തിയോടെ രാമായണ പാരായണം ചെയ്യാനും ഭഗവത് കൃപ നേടാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സംക്രാന്തി ദിവസം നമ്മൾ മറക്കണ്ട. അപ്പോൾ നാളെയാണ് സംക്രാന്തി വരുന്നത്, 1-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം. ആ ദിവസം നമ്മൾ വീടും പരിസരവും നല്ല വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നാളത്തെ ദിവസമായ സംക്രാന്തി ദിവസത്തെ ഏറ്റവും വലിയ ചടങ്ങ് വീട് മുഴുവനായിട്ട് ശുദ്ധീകരിക്കലാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കർക്കിടകത്തിന് 1-ാം തീയതിക്ക് മുന്നേ തന്നെ നമ്മുടെ വീട്ടിലെ മാറാലയും പൊടിയും ഒട്ടുമില്ലാതെ വീടിൻ്റെ എല്ലാ കോണുകളും തൂത്തുവാരി വൃത്തിയാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, പഴയതായി കേടുവന്നതായിട്ടുള്ള മുറം ചോല്, പഴയ ക്ലോക്കുകൾ, പൊട്ടിയ വിഗ്രഹങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, വേണ്ടാത്ത ചെരുപ്പുകൾ, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കി കളയുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ വീടിനുള്ളിലെ നെഗറ്റീവ് ഊർജ്ജത്തെയാണ് നമ്മൾ പുറന്തള്ളുന്നത്. അതിനുശേഷം വീടും പരിസരവും ശുദ്ധമാക്കാൻ നമുക്ക് ചാണകം കലക്കിയ വെള്ളം തളിക്കാം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പും കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത വെള്ളം നന്നായിട്ട് ലൂസാക്കിയിട്ട് നന്നായിട്ട് എല്ലാവിടവും തെളിച്ച് നമ്മുടെ വാതിൽപ്പടിയും ജനൽ ഭാഗവും പെരയും എല്ലാം, പ്രത്യേകിച്ച് പൂജാമുറി എല്ലാം വൃത്തിയായിട്ട് തുടച്ച് നീറ്റാക്കുക. ഇത് മികച്ചൊരു അണുനാശിനിയാണ് കേട്ടോ. വൃത്തിയാക്കിയ ശേഷം ഉമ്മറപ്പടിയും വാതിലുകളും അരിമാവ് കൊണ്ട് അണിഞ്ഞൊരുക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ സംക്രമണ സമയം തുടങ്ങുന്നതിന് 1 നാഴിക മുൻപ് തന്നെ പൂജാമുറി ഒരുക്കി വെക്കണം. ഈ സമയത്ത് ഒരു താലത്തിൽ അഷ്ടമംഗലം ഒരുക്കുക എന്നത് പ്രധാന ചടങ്ങാണ് കേട്ടോ. അഷ്ടമംഗല തട്ടിലും ഉണ്ടായിരിക്കേണ്ടവ ഞാൻ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വാൽക്കണ്ണാടി വേണം. ദശപുഷ്പങ്ങൾ, സിന്ദൂരച്ചെപ്പ്, കൺമഷി, അലക്കിയ കോടിത്തോർത്ത്, നെല്ല്, അക്ഷത എന്നിവ അഷ്ടമംഗല തട്ടോടൊപ്പം ചെറിയൊരു നെയ്വിളക്കും കൂടി തെളിയിച്ച് പ്രാർത്ഥനാ മുറിയിൽ വെക്കണം. വീട്ടിലെ സുമംഗലിമാരും കന്യകമാരും കണ്ണെഴുതി പൊട്ട് തൊട്ട് വേണം ഈ ചടങ്ങുകൾ പങ്കെടുക്കാൻ. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയാൽ മതി. പിന്നെ മുറം ഒരിക്കൽ ചടങ്ങുണ്ട്. ഒരു പഴയ മുറ എടുത്ത് അതിൽ നമുക്ക് കരി, അതായത് കറുപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും വെളുപ്പ് നിറത്തിലും 3 നിറത്തിലുള്ള ചോറുരുളകൾ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കൂവയില, എരിഞ്ഞയില, വെള്ളിങ്ങ, കുറച്ച് കുറ്റിച്ചൂല്, മൈലാഞ്ചി എന്നിവയൊക്കെ വെക്കണം. ചോറുരുളകൾക്ക് മുകളിലായിട്ട് 3 തിരികൾ കത്തിച്ച് വെക്കുക. വീടിന് ചുറ്റും ഒരു മുറം കയ്യിലേന്തി വീടിൻ്റെ എല്ലാ മുറികളിലും കയറിറങ്ങി 3 പ്രാവശ്യം വീടിന് വലം വെച്ച് ചേട്ടാ ഭഗവതി പോ, ശ്രീ ഭഗവതി അകത്ത്, അല്ലെങ്കിൽ ശ്രീ മൂദേവി പോ, ശ്രീ പോതിവാ എന്ന് ഉറക്കെ ചൊല്ലണം. 4 വയ്ക്കുക. അതായത് വീടിന് ചുറ്റും 3 തവണ ഇത്തരത്തിൽ വലം വയ്ക്കുക. പിന്നെ അതുപോലെ വലം വെച്ചതിന് ശേഷം ഈ മുറവും അതിലെ സാധനങ്ങളും വീടിൻ്റെ ഒഴിഞ്ഞ് ഏതെങ്കിലും തെക്ക് കിഴക്ക് കോണിലേക്ക് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക. പിന്നീട് തിരിഞ്ഞു നോക്കാതെ വേണം നമ്മുടെ വീട്ടിലോട്ട് വരാൻ. അപ്പോൾ നമ്മുടെ ചേട്ടയെ പുറത്താക്കി കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ എണ്ണയും മുക്കൂറ്റി തൈലമൊക്കെ തേച്ച് കുളത്തിൽ പോയി നീന്തി കുളിക്കണം എന്നാണ് പഴയ ആചാരം. നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ മതി. കുളി കഴിഞ്ഞ് ഉടൻ തന്നെ ദശപുഷ്പങ്ങൾ ചൂടിയിട്ട് വേണം നമ്മൾ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കർക്കിടകം ശരീരം പുനർജീവിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സുഗൽ ചികിത്സയും മരുന്ന് കഞ്ഞിയൊക്കെ. അതോടൊപ്പം തന്നെ കർക്കിടകത്തിൽ ചൊവ്വ ഞായർ ദിവസങ്ങളിൽ പത്തിലക്കറികളും കഴിക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ സംക്രാന്തി ദിവസമാണ്. സംക്രാന്തി ദിവസം വീടും പരിസരവും ശുദ്ധിയാക്കി ശ്രീബോധി ഭഗവതിയെ, നമ്മുടെ ഭഗവതിയെ വീട്ടിലേക്ക് ആനയിക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പാലിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ധനസമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ സംക്രാന്തി ദിവസത്തെയും കർക്കിടക മാസത്തിലെയും ഈ ആചാരങ്ങൾ നമ്മെ സഹായിക്കും. ഈ ചിട്ടകളെല്ലാം പാലിച്ച് വരും ദിവസങ്ങളിൽ ഭക്തിയോടെ രാമായണം പാരായണം ചെയ്യാനും ഭഗവത് കൃപ നേടാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.